നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭദിനം കൂടി ആശംസിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം പാർട്ടിയിൽ നിന്നും പുറത്താക്കൽ, യുവ നേതാവിന്റെ സമാനതകളില്ലാത്ത ഉയർച്ച താഴ്ചകൾ, ബലാത്സംഗ കേസിലൊടുവിൽ പാർട്ടിയും രാഹുലിനെ കൈവിട്ടും. രാഹുലിനെ തേടി പോലീസും വട്ടമിട്ട് പറക്കുകയാണ്. ഒപ്പം മറ്റു വാർത്തകൾ പരിശോധിച്ചാൽ പാർലമെന്റ്, ഇന്ത്യ റഷ്യ ഉച്ചകോടി, തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വാർത്തകളുണ്ട്. ആദ്യം നോക്കാം തലക്കെട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ലെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും വാദം. 9 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്താതെ പോലീസ്. രാഹുലിന്റെ PA, ഡ്രൈവർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരും. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. SIT പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യഹർജി ഇന്ന് കോടതിക്ക് മുൻപിൽ. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന്. മോദി പുടിൻ ചർച്ച ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ഹൈദരാബാദ് ഹൌസിൽ. പ്രതിരോധ വാണിജ്യ മേഖലകളിലെ നിർണായക കരാറുകളിൽ ഒപ്പുവെക്കും. എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് ED ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്ന ആവശ്യം. N. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ഇൻഡിഗോ പ്രതിസന്ധി തുടരുന്നു. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ നിസ്സഹായത പ്രകടിപ്പിച്ച് ഇൻഡിഗോ. പൈലറ്റുമാരില്ലാത്തതും സാങ്കേതിക പ്രശ്നങ്ങളും പ്രതിസന്ധിക്ക് കാരണമായെന്ന് വിശദീകരണം. സർവീസുകൾ സാധാരണ നിലയിലെത്താൻ ഫെബ്രുവരി 10 വരെ സമയമെടുത്തേക്കും. ഇതുവരെ റദ്ദാക്കിയത് 500-ലധികം സർവീസുകൾ. ഫിഫ ലോകകപ്പിന്റെ മത്സരക്രമം ഇന്നറിയാം. ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് രാത്രി 10:30 മുതൽ. നറുക്കെടുപ്പ് ഫിഫ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിട്ട് ഇന്ന് 9ാം ദിനം. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യത. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണം നിലനിൽക്കില്ലെന്നാണ് വാദം. രാഹുലിന്റെ PA, ഡ്രൈവർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരും. വനിതാ IPS ഓഫീസർ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘമായിരിക്കും രാഹുലിന് എതിരായുള്ള രണ്ടാമത്തെ ബലാത്സംഗ കേസ് അന്വേഷിക്കുക. അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. ദേവിക, രാഹുൽ കൂടുതൽ കുരുക്കിലേക്ക് പോകുമ്പോൾ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കും, ഇന്ന് തന്നെ സമീപിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം PA, ഡ്രൈവറെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. അപ്പോഴും 9ാം ദിവസവും രാഹുൽ ഒളിവിൽ തുടരുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ അറസ്റ്റിലാകും എന്ന തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് വെറും ഊഹങ്ങൾ മാത്രമായിരുന്നുവല്ലോ. ഇപ്പോൾ പോലീസിന്റെ കോർട്ടിലാണ്, ആഭ്യന്തര വകുപ്പിന്റെ കോർട്ടിലാണ്. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ? രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ചോദ്യം ചെയ്യൽ, PAയുടെയും ഡ്രൈവറിന്റെ ഒക്കെ ഒരു ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു ദേവിക? അശ്വതി, ഈ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള വല പോലീസ് വിരിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2 ഗുരുതരമായിട്ടുള്ള കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAക്കെതിരെ ഇപ്പോൾ നിലവിൽ ഉയർന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ഉന്നയിച്ചത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നതിന് തെളിവില്ലെങ്കിലും പ്രഥമ ദൃഷ്ട്യാ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന് തെളിവുണ്ട് എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. എന്തായാലും അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാഹുലിന്റെ അഭിഭാഷകൻ രാഹുലിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതെങ്ങനെയെങ്കിലും തടയാനുള്ള നീക്കം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും തുടരുന്നത്. എന്തായാലും അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള അന്വേഷണം കേരള പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ PAയുടെയും ഡ്രൈവറിന്റെയും മൊഴിയെടുപ്പ് തുടരുകയാണ്. കാരണം
ഈ പാലക്കാട് നിന്നും ഈ ഇദ്ദേഹത്തെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവരും ഒപ്പം ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത്. വരും മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ ഇങ്ങനെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതായത് ജനുവരിയിൽ 27-ാം തീയതിയും 28-ാം തീയതിയും രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ഈ യുവതിയെ ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം മാർച്ച് 4-ാം തീയതി തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം മാർച്ച് 17-ന് ഭീഷണിപ്പെടുത്തി യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുന്നു. അത് വെച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. ഏപ്രിൽ 22-ന് ഈ കുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്നു. അതിനുശേഷവും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഈ ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ച് നൽകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതേസമയം ഈ പ്രതിഭാഗം വാദിച്ചത് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ BJPയുടെയും CPM-ന്റെയും കൂട്ടുകെട്ടിൽ ഉയരുന്ന ഒരു കേസാണെന്നാണ് പറയുന്നത്. കോടതി പറയുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഈ കേസ് വന്ന എന്ന കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഉയരുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗൌരവമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അശ്വതി. ദേവിക, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസ് വരുന്നു. KPCCക്ക് പരാതി എത്തുന്നു. ആ പരാതി KPCC തന്നെ DGPക്ക് കൈമാറുന്നു. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ കേസിലും യുവതി മൊഴി നൽകും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ മൊഴി എപ്പോഴായിരിക്കും രേഖപ്പെടുത്തുക? അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? എത്രയും വേഗം ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ നീക്കം. നമുക്കറിയാം ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കൂടുതൽ ഗൌരവമുള്ളതാണ്. അതായത് ഈ യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നു, വീട്ടുകാരുമായി സംസാരിക്കുന്നു, അതിനുശേഷം ഒരു ആളൊഴിഞ്ഞ റിസോർട്ടിൽ എത്തിച്ച് ഈ യുവതിയുടെ കൺസെന്റ് ഇല്ലാതെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു എന്ന പരാതിയാണ് മുന്നോട്ട് വരുന്നത്. ഈ കേസിൽ ഈ യുവതിയുടെ മൊഴിയെടുക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. അത്തരത്തിൽ മൊഴിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഗൌരവമുള്ള കേസായി ഈ കേസ് പരിഗണിക്കേണ്ടി വരും. എന്തായാലും ഇതിലുള്ള അന്വേഷണം വിപുലീകരിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ നേതൃത്വം നൽകുന്ന ഒരു ടീമായി വിപുലീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് ഈ രണ്ടാമത്തെ കേസിൽ പോലീസിന്റെ നീക്കം. ആ വനിതാ IPS ഉദ്യോഗസ്ഥ ആരാണ് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അതിൽ തീരുമാനമെടുക്കേണ്ടത് DGPയാണ്. അശ്വതി. ദേവിക, നമുക്കറിയാം അവസാന ഘട്ടമായെങ്കിൽ പോലും കോൺഗ്രസ് നല്ല തീരുമാനത്തിലേക്ക് എത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു. പക്ഷേ അപ്പോഴും സണ്ണി ജോസഫ് ഇന്നലെ പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നത് തുറന്ന് സമ്മതിക്കുകയായിരുന്നു സണ്ണി ജോസഫ് ഇന്നലെ. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദിവസങ്ങളില്ല. 9-ാം തീയതി ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഇത്തരത്തിൽ നല്ലൊരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അപ്പോഴും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനായി തിരച്ചിൽ നടത്തിയില്ല? വേണമെങ്കിൽ ആ പരാതി കിട്ടിയ ദിവസം അടുത്ത ദിവസം തന്നെ രാഹുൽ പാലക്കാട് ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമാണ്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് ഈ ഒരു വിഷയം ലൈവായി നിർത്തിയത്, അല്ലെങ്കിൽ അറസ്റ്റിലേക്കൊന്നും കടക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അതുകൊണ്ടാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ മുന്നോട്ട് വെച്ചത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിനെതിരെ സ്വർണ്ണക്കൊല്ല പോലുള്ള ഒരു വലിയ ആയുധം കിട്ടിയ സമയത്താണ് ഇത്തരത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിന്റെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, നേതാക്കൾ എല്ലാവരും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായിരുന്ന ഒരു സമയമാണ്. അത്തരത്തിലൊരു സമയത്താണ് ഇത്തരത്തിൽ ഇവരുടെ യുവ MLAക്കെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ആ ഒരു സമയത്ത് ഇവരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് മാധ്യമങ്ങളുടെ ചോദ്യമാണ്. ഏതൊരു പൊതുപരിപാടിയിൽ വന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്ത് നിലപാടാണ് അതിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന ചോദ്യം തന്നെയാണ് മാധ്യമങ്ങൾ നേതാക്കളോട് ഉന്നയിച്ചത്. ഒരു ഘട്ടത്തിൽ അവർക്ക് ഇതിന് മറുപടി പോലും പറയാൻ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോഴും ചോദ്യം വരുന്നു, എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് കൂടി പാർട്ടി കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല, ഇത്തരത്തിലൊരു നേതാവിനെ പുറത്താക്കുന്നില്ല, മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാട്
നിലപാട് എടുക്കേണ്ടതല്ലേ എന്ന ചോദ്യമൊക്കെ വരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി, മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുന്നത്. അതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസിന്റെ വജ്രായുധം എന്നതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നത്. ആ ഒരു സമയത്ത് ഈ സണ്ണി ജോസഫ് അടക്കം അശ്വതി സൂചിപ്പിച്ചതുപോലെ പറഞ്ഞത് ചെറിയ തോതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ്, നിലപാടാണ് കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത്. CPM-നെ ഇവർ വിമർശിക്കുന്നുണ്ട്. ഈ രാഹുലിന്റെ ചോദ്യങ്ങൾ അവർ പ്രതിരോധിച്ചത് മുകേഷ് MLA-യുടെ കാര്യം എടുത്തിട്ടാണ്. അത്തരത്തിലൊരു മനുഷ്യൻ പാർട്ടിയിൽ ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഈ പാർട്ടിയുടെ, അതായത് വിമർശിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന ചോദ്യമൊക്കെ ഇവർ ആദ്യം മുതൽക്ക് തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയരുമ്പോൾ അത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർത്തി ഇത്തരം ചോദ്യങ്ങളുടെ മുനയൊടിക്കാനാകുമോ എന്ന ചോദ്യം തന്നെയാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. എന്തായാലും അതിലാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത്. അവർ വ്യക്തമാക്കുന്നത് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നെങ്കിലും ഇല്ലെങ്കിലും പാർട്ടി ഈ നിലപാട് എടുക്കുമായിരുന്നു. അതായത് ഈ പുറത്താക്കൽ ഒരു ദിവസം വൈകി എന്നല്ലാതെ, തീരുമാനമെടുത്തിട്ടും ഒരു ദിവസം വൈകി പ്രഖ്യാപിക്കാൻ എന്നല്ലാതെ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ പശ്ചാത്തലത്തിലല്ല ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു നിലപാട് പാർട്ടിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ സ്വാധീനിക്കും, അവരുടെ വിജയത്തിന് ഇത് മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അശ്വതി. തീർച്ചയായും ദേവിക, ഒരു കാര്യം കൂടി, അതായത് ഈ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമല്ലോ. രാഹുൽ ഈശ്വർ ഇപ്പോഴും കസ്റ്റഡിയിലാണ്, നിരാഹാരമൊക്കെ തുടരുന്നുമുണ്ട്. തീർച്ചയായിട്ടും അശ്വതി, ഈ അതിജീവിതയെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ, ബലാത്സംഗ പരാതി നൽകിയ യുവതിക്കെതിരെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ അപവാദ പ്രചരണം നടത്തി, യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി എന്ന കേസിലാണ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവരെ പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ രാഹുൽ ഈശ്വർ ഇന്ന് കീഴ്ക്കോടതിയെ സമീപിക്കും. അഡീഷണൽ CGM കോടതിയായിരിക്കും ജാമ്യ ഹർജി നൽകുക. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇത്തരത്തിൽ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. അത് ശനിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം. ഈ നിരാഹാര രാഹുൽ ഈശ്വർ തുടരുകയാണ്. അതിൽ എത്രയും വേഗം ഒരു ജാമ്യം കിട്ടാൻ അല്ലെങ്കിൽ പുറത്തു വരാനുള്ള ശ്രമം തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം സന്ദീപ് വാര്യർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ജഡ്ജി ഇന്ന് അവധിയായതുകൊണ്ട് ചുമതലയുള്ള മറ്റൊരു കോടതിയായിരിക്കും ഇന്ന് കേസ് പരിഗണിക്കുക. കേസ് പരിഗണനയിലെടുത്ത ശേഷം മാറ്റിവെക്കാനാണ് സാധ്യത. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് ഈ ഒരു കേസ് എത്തി നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി. ശരി ദേവിക, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിട്ട് ഇന്ന് 9ാം ദിവസമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണം നിലനിൽക്കില്ല എന്നതാണ് പ്രധാന വാദം. രാഹുലിന്റെ PA ഡ്രൈവർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരും. വനിതാ IPS ഓഫീസർ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘമായിരിക്കും രാഹുലിനെതിരായുള്ള 2ാമത്തെ ബലാത്സംഗ കേസ് അന്വേഷിക്കുക. അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും. വിവരങ്ങളാണ് ദേവിക ചന്ദ്രൻ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്നാണ്. പ്രതിരോധ വാണിജ്യ മേഖലകളിലെ നിർണായക കരാറുകൾ ഒപ്പിടും. എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ്. സന്ദർശനം പൂർത്തിയാക്കി രാത്രി പുടിൻ മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം ആദ്യത്തെ വരവാണ് ഇന്ത്യയിലേക്ക് പുടിൻ്റേത്. നിർണായക കരാറുകളിൽ ഒപ്പിടും, അല്ലെങ്കിൽ നിർണായക ചർച്ചകൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയോടെ പുടിൻ മടങ്ങുകയും ചെയ്യും. വിവരങ്ങൾ എങ്ങനെയാണ് പ്രശാന്ത്? ഗുഡ് മോർണിംഗ് അശ്വതി. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും ഏറ്റവും നിർണായക ചർച്ചകൾ തന്നെയാണ് രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുക. പ്രധാനമന്ത്രിയും പുടിനും നേരിട്ട് ചർച്ച നടത്തി ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള പ്രതിരോധ വാണിജ്യ കരാറുകൾ സംബന്ധിച്ച ധാരണയെത്തും. കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുദ്ധവിമാനങ്ങളുണ്ട്, ഒപ്പം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ കൂടുതലായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൽ ഒപ്പുവെക്കുകയും കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് രാജ്യത്ത് നിർമ്മിക്കുന്ന കൂടുതൽ ആയുധങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും അല്ലാതെ തന്നെ റഷ്യയുടെ സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിക്കുന്ന കാര്യത്തിൽ കൂടിയുള്ള ധാരണയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടി ധാരണയിലേക്ക് എത്തണം. നിലവിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മത്സ്യമേഖലയിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി രാജ്യം നേരിടുന്നുണ്ട്. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. തീരുവയുടെ പ്രശ്നം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി, റഷ്യ സഹകരിക്കുന്ന രാജ്യങ്ങളുമായി കൂടി അത്തരം ധാരണയിലേക്ക് എത്തുക
നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും തനത് വരുമാനം രാജ്യത്തിന് വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ കഴിയും. അത്തരം ചർച്ചകൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ്. റഷ്യയുമായുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ധാരണ എത്തിയുകയും എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതോടുകൂടി തന്നെയാണ് അമേരിക്ക ഇരട്ടി തീരുവ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും രാജ്യം അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയത് ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ്. കാരണം രാജ്യ താല്പര്യത്തിനാണ് മുൻഗണന, പ്രധാന പരിഗണന ഒക്കെ നൽകുന്നത്. അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിലും സമാന തീരുമാനങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ രണ്ട് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സാങ്കേതിക സംവിധാനങ്ങൾ, ഒപ്പം തന്നെ മാധ്യമ മേഖല, ഇങ്ങനെ നിരവധിയായ ഇടങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായക കരാറുകളിൽ ഏർപ്പെടും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന അമേരിക്ക തന്നെയാണ്. ചൈനയും റഷ്യയും തമ്മിൽ വലിയ ധാരണയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതേ രീതിയിൽ തന്നെ ഇന്ത്യ എത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം അമേരിക്ക വിരുദ്ധ ചേരിയുടെ ഭാഗമാക്കിയാണ് ചൈനയെ റഷ്യ മാറ്റിയിട്ടുള്ളത്. അത്തരം നീക്കത്തിലേക്ക് ഇന്ത്യ പോകില്ല. കാരണം അമേരിക്കയുമായും ഇതേ സൗഹൃദ നിലപാടുകൾ തുടരുന്ന രാജ്യമാണ്. പ്രധാനമന്ത്രിക്കും നല്ല സൗഹൃദങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ സഹകരണത്തിന് ബുദ്ധിമുട്ടാകുന്ന ഒരു തീരുമാനവും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. മറ്റൊന്ന്, രാജ്യത്തെ സുരക്ഷ സംബന്ധിച്ചാണ്. റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഒപ്പമാണ് ഇന്ത്യൻ സുരക്ഷാ സംവിധാനം. ഒന്നിച്ചാണ് പുടിനും പ്രധാനമന്ത്രിക്കുമെല്ലാം തന്നെ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ഒരുക്കുന്നത്. CCTV സംവിധാനങ്ങളുണ്ട്, AI ഫേസ് റെക്കഗ്നേഷൻ സംവിധാനം, ഇങ്ങനെ നിരവധിയായ സംവിധാനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കമാൻഡോ വിഭാഗം, അത് റഷ്യയുടെയുണ്ട്. ഒപ്പം തന്നെ SPG NSG അടക്കം കമാൻഡോ സംവിധാനങ്ങളുണ്ട്. റോഡുകളിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു പടിയായി ഉയർത്തിക്കൊണ്ടുള്ള 5 തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ചർച്ചകളെല്ലാം പൂർത്തിയാക്കി, ഒപ്പം തന്നെ വിരുന്നുകളും എല്ലാം തന്നെ പൂർത്തിയാക്കി 9 മണിയോടുകൂടി പുടിൻ മടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അശ്വതി, അതുതന്നെയാണ് പ്രശാന്ത്. ലോകം ഉറ്റുനോക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് നടക്കും. പ്രതിരോധ വാണിജ്യ മേഖലകളിലെ നിർണായക കരാറുകളിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് നൽകിയത്. ലേബർ കോഡിലും വായു മലിനീകരണത്തിലും സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ഇരു വിഷയങ്ങളും ഇന്ന് ലോക്സഭയിൽ ഉന്നയിക്കും. അതേസമയം കോൺഗ്രസ് MP രേണുക ചൌധരിയുടെ പാർലമെന്റ് അംഗങ്ങളെക്കുറിച്ചുള്ള പരാമർശം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് BJP. വിവിധ വിഷയങ്ങളിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ നിസ്സഹായത പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇൻഡിഗോ. സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലെത്താൻ ഫെബ്രുവരി 10 വരെ സമയമെടുത്തേക്കാമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. അതുവരെ വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കും. താൽക്കാലികമായി സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരെ നിയമിക്കുന്നതടക്കമുള്ള നടപടികൾക്ക് കാലതാമസമുണ്ടാകും. യാത്രക്കാർക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ടെന്നും ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് പ്രതികരിച്ചു. 500-ലധികം സർവീസുകളാണ് ഇൻഡിഗോ ഇതുവരെ റദ്ദാക്കിയത്. പൈലറ്റുമാരില്ലാത്തതും സാങ്കേതിക പ്രശ്നങ്ങളും അടക്കം നിരവധി ഘടകങ്ങൾ പ്രതിസന്ധിക്ക് കാരണമാണെന്ന് വിമാന കമ്പനി വിശദീകരിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഗവർണർ വൈകിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം. അതേസമയം മെറിറ്റ് അട്ടിമറിച്ചാണ് പട്ടിക കൈമാറിയത് എന്നാണ് ഗവർണർ സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുള്ളത്. സാങ്കേതിക സർവകലാശാല VC ആയി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC ആയി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണമെന്നാണ് ഗവർണർ നിർദ്ദേശിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, നമുക്കറിയാം ആദ്യമായല്ല ഗവർണർ സർക്കാർ പോര് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ VC നിയമനത്തിൽ. സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണല്ലോ. വിവരങ്ങൾ അശ്വതി, സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോലും ഒരു ഘട്ടത്തിൽ വലിയ പ്രശ്നത്തിലേക്ക് എത്തിയതാണ്. പിന്നീട് അതൊരു പരിഹാരത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് സുധാൻഷു ധൂലിയയെ അതിന്റെ ചെയർമാനായി, സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാനായി ചുമതലപ്പെടുത്തിയ ഒരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും ആ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തിയത്. പക്ഷേ അതിനുശേഷവും ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ ഗവർണറുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ധൂലിയ നൽകിയ പട്ടിക മുഖ്യമന്ത്രി അട്ടിമറിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് ഇടപെടലുകൾ നടത്തി ആ പട്ടിക അട്ടിമറിച്ചുകൊണ്ടുള്ള പേരാണ് ലോക്ഭവനിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും സുപ്രീം കോടതിയെ ഗവർണർ സമീപിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ആദ്യ ഘട്ടത്തിൽ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി
പരിശോധിച്ചിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ ഹർജി വീണ്ടും സംസ്ഥാന സർക്കാർ സൂചിപ്പിക്കാനുണ്ടായത്, പരാമർശിക്കുന്ന സമയത്താണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും പട്ടിക വൈകിപ്പിക്കുകയാണെന്നൊരു ആക്ഷേപം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സമയത്താണ് ഗവർണർ പുതിയ മറുപടി സുപ്രീം കോടതിക്ക് നൽകിയത്. ആ മറുപടിയിലാണ് സുധാൻശു ധൂലിയ നൽകിയ പട്ടിക പൂർണ്ണമായും മുഖ്യമന്ത്രി അട്ടിമറിച്ചുവെന്നും അതിലെ പേരുകൾ സംബന്ധിച്ച് വെട്ടിമാറ്റുകയാണ് ഉണ്ടായെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇക്കാര്യങ്ങൾ പ്രധാനമായും ഇന്ന് ജസ്റ്റിസ് പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. അതിനുശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള നടപടി വേണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ സിസ തോമസിന്റെ കാര്യത്തിൽ മാത്രമാണ് സർക്കാരിന് ഇപ്പോഴും എതിർപ്പുള്ളത്. നേരത്തെ സർവകലാശാലയിലെ താൽക്കാലിക ചുമതലയിലേക്ക് സിസ തോമസിനെ കൊണ്ടുവരുമ്പോൾ തന്നെ തർക്കങ്ങൾ തുടങ്ങിയതാണ്. കാരണം അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടാണ് സിസ തോമസിനെ ചുമതലകളിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള അകൽച്ച നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനകത്തെ പ്രശ്നമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാര്യത്തിൽ ഇനി സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സമയപരിധി വെക്കാനാകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സുധാൻശു ധൂലിയെ വെക്കുമ്പോൾ, അതായത് ചെയർമാനായി ചുമതലപ്പെടുത്തുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ സർവകലാശാലകളിൽ തീരുമാനമെടുക്കണം, VC-മാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം, നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് എന്നൊക്കെ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ 3 മാസത്തോടടുക്കുമ്പോഴും തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ എന്ത് നിലപാട് സുപ്രീം കോടതി എടുക്കുമെന്നുള്ളത് പ്രധാനമാണ്. ശ്രുതി. ശരി പ്രശാന്ത്, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഗവർണർ വൈകിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം. എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നത് തന്നെയാണ് പ്രതീക്ഷ. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് നൽകിയത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. സിനിമാ താരം മായാമേനോൻ BJP-യിൽ ചേർന്നു. നടനും MP-യുമായ സുരേഷ് ഗോപിയിൽ നിന്നും മായാമേനോൻ അംഗത്വം സ്വീകരിച്ചു. നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളിൽ ആകൃഷ്ടയായാണ് താൻ BJP-യിൽ ചേർന്നതെന്ന് മായാമേനോൻ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. സിനിമാ താരം മായാമേനോൻ BJP-യിലേക്ക് അംഗത്വം എടുത്തിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് BJP നേതാവും MP-യുമായ സുരേഷ് ഗോപിയിൽ നിന്നാണ് മായാമേനോൻ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. മായാമേനോൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയാണ് BJP-യിലേക്ക് ഒരു കടന്നുവരവ്? അല്ല, BJP എന്നതിനൊക്കെ എനിക്ക് പാർട്ടികളല്ല ഞാൻ നോക്കുന്നത്, അവരെന്താണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ 2014 തൊട്ട് നമ്മൾ കണ്ടുവരുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ടിക്കിട്ട് പോകുന്നത്, അതായത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇത്രയും വർഷം മറ്റു പലർക്കും ചെയ്യാൻ കഴിയാതിരുന്നത് ഇത്രയും കുറച്ച് സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യണമെന്നുള്ളത് ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷക എന്നുള്ള തരത്തിൽ ശ്രദ്ധിക്കേണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെൻ്റെ നാടിന് ഗുണമായിരിക്കും ഇത്. നമ്മൾക്ക് ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടാൻ, ഇവിടെ എന്താ പറയുക, കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ, നമ്മളുടെ നാടിന് ഈ പറയുന്ന പോലെ മോദിജി വന്നതിന് ശേഷം നമ്മുടെ നാടിൻ്റെ പ്രതിച്ഛായയും നമ്മുടെ വളർച്ചയും GDP-യിലും എല്ലാം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊരു വെറും വാക്കല്ല എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായ അതിന് ഡാറ്റാസ് ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് ഈ പാർട്ടിയുടെ ഒപ്പം നിൽക്കാം എന്നുള്ളത് വന്നത്. പക്ഷേ ഞാൻ അതിനു വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല. ഇന്നലെ ഇവരെന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇന്ന് തൃക്കാർത്തിക ദിവസമായിട്ട്, എൻ്റെ കുലദേവതയുടെ പിറന്നാൾ ദിവസമായിട്ട്, എന്താ പറയുക, മുരുകയുഗം തുടങ്ങിയ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരി തെളിഞ്ഞിരിക്കുകയാണ് തിരുപ്പുറംകുன்றത്ത്. ആ ദിവസം തന്നെ സുരേഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ അംഗത്വം കിട്ടുക എന്ന് പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം വരെ എനിക്കറിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഐ കൺസിഡർ ദിസ് ആസ് എ ബ്ലെസ്സിങ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് BJP-യെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരു സിനിമ. അത് BJP എന്നല്ല, നമ്മൾ നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികളെയും നിരീക്ഷിക്കും. കാരണം നമ്മളിവിടെ ജീവിക്കുന്നവരാണ്. അപ്പം നമ്മുടെ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടോ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സേഫ് ആയിരിക്കുമോ, ഇവിടുത്തെ സ്ത്രീകൾക്ക് എന്താ പറയുക സുരക്ഷിതത്വം ഉണ്ടാവുമോ, ഇവിടെ ജോലി സാധ്യതകൾ ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺസേൺ ആണ്. നമ്മൾ അങ്ങനെ ഉറങ്ങി എണീറ്റ് പോകുന്ന സ്ത്രീകളല്ലല്ലോ ഇപ്പോൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് കേരളത്തിൽ. അപ്പോൾ കൂടുതൽ ചിന്തിക്കണം, അതിനെക്കുറിച്ച് നന്നായിട്ട് നിരീക്ഷിക്കണം. അപ്പോൾ ആ നിരീക്ഷിക്കുന്ന എല്ലാ സ്ത്രീകളിലും എന്നെ പോലെ, ഞാൻ ഇപ്പോൾ ഇത് അംഗത്വം എനിക്ക് കിട്ടിയെന്നുള്ളൂ, ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇതിൽ അംഗത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. കാരണം എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇതിനോടുള്ള, ഈ പാർട്ടിയോടുള്ള, പ്രത്യേകിച്ച് ദാമോദർ ദാസ് മോദിജി എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വത്തോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് തന്നെ
അദ്ദേഹം ചെയ്ത് കാണിച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അല്ലാതെ വെറുതെ പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടി വോട്ട് ചോദിക്കുകയല്ല, കൃത്യമായ റിസൾട്ട് കൊടുത്തിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അതാണ് എന്നെ ആകർഷിച്ചത്. BJP അംഗത്വം എടുത്തു, സജീവമായി തന്നെ BJPയോടൊപ്പം ഉണ്ടാവോ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ്? രാഷ്ട്രീയക്കാരിയല്ല, ആക്ച്വലി ഞാൻ കലാകാരിയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇവിടെ വന്ന ഈ അംഗത്വെടുത്തതുപോലെ തന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല. അപ്പോൾ അതൊരു സംഭവിച്ചതാണ്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ നിശ്ചയം എന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ആളാണ്. നേരത്തെ ഊർമിള ഉണ്ണി BJPയുടെ ഭാഗമാകുന്നു, ഇപ്പോൾ മാഡം വരുന്നു. ഇങ്ങനെ സിനിമക്കാരൊക്കെ കൂടുതലായി BJPയിലേക്ക് എത്തുകയാണോ? അതെനിക്കറിയാം. ഞാൻ മറ്റൊരാളെ നോക്കിയിട്ടല്ല. എനിക്കൊരു അവസരം വന്നപ്പോൾ ഇത് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട്, ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളതുകൊണ്ട് അംഗത്വം നേടിയെന്നേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ആരെയും ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് മായ മേനോൻ അവരും BJPയുടെയൊക്കെ ഭാഗമായി വന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിനെ വിലയിരുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. BJP അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിലും ഏതായാലും സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് അവർ ഇപ്പോഴില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ആര്യ രാജേന്ദ്രൻ വീണ്ടും മത്സരിക്കാത്തത് ഏറെ ചർച്ചയായെങ്കിലും ഒരു മുൻ മേയർ ഇക്കുറി മത്സര രംഗത്ത് ഉണ്ടത് എന്നത് ശ്രദ്ധേയമാണ്. ചക്ക വാർഡിൽ ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി K. ശ്രീകുമാർ കോർപ്പറേഷൻ മുൻ മേയർ കൂടിയാണ്. 2019 മുതൽ 2020 വരെയുള്ള കാലയളവിൽ മേയറായിരുന്ന ശ്രീകുമാർ ഇത്തവണത്തെ LDFന്റെ മേയർ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖൻ കൂടിയാണ്. ചാക്കയിൽ LDFന്റെ സ്ഥാനാർത്ഥി മുൻ മേയർ കൂടിയായ മുൻ കൗൺസിലറുമൊക്കെയായ മുതിർന്ന നേതാവാണ്. ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമാണ് ശ്രീ K. ശ്രീകുമാർ. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? പ്രചരണം വളരെ മെച്ചമായ നിലയ്ക്ക് തന്നെ പോകുന്നുണ്ട്. ജനങ്ങളാകെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. അവർ തിരഞ്ഞെടുപ്പ് LDFന്റെ വിജയത്തിന് വേണ്ടിയുള്ള വളരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. താങ്കൾ മുൻ മേയറായിരുന്നു, കൗൺസിലറൊക്കെയാണ്, അപ്പോൾ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ്. തലസ്ഥാനത്തിൻ്റെ ആ ഒരു മുഖം മാറുന്നതിനുള്ളൊരു കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട്, വലിയ രീതിയിലൊരു കാഴ്ചപ്പാട് കാണുമല്ലോ എന്തായാലും. അത് 2015 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത് നിന്നിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള LDFന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തനമായിരിക്കും ഞങ്ങൾക്കുള്ളത്. അതിൽ നഗരത്തിൻ്റെ വികസനം, നഗരത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ആ പ്രധാന ആവശ്യങ്ങൾ അവരിപ്പോൾ വിമാനത്താവളത്തിൻ്റെ കാര്യവും പോർട്ടിൻ്റെ കാര്യവും ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായി അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല റോഡുകളും അത്യാവശ്യം തെരുവ് വിളക്കും കുടിവെള്ളവും നമ്മളെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആവശ്യം കൃത്യമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് LDFന്റെ ഭാഗമായി തന്നെ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങളുണ്ടാകും. മറുഭാഗത്ത് BJPയാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. അപ്പോൾ BJP നിലവിൽ 35 സീറ്റാണ്. ഒരു ബൈ ഇലക്ഷനിലൂടെ ഒരെണ്ണം നഷ്ടമായി 34 സീറ്റുണ്ട്. BJP ഏതെങ്കിലും രീതിയിലൊരു ഭീഷണി ഉണ്ടോ? യാതൊരുവിധ ഭീഷണിയും വളരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ വീണ്ടും തലസ്ഥാന നഗരം വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ LDFന്റെ ഭരണം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ജനങ്ങൾക്കുമില്ല, ഞങ്ങൾക്കുമില്ല. അതിനുവേണ്ടിയുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ പ്രവർത്തനങ്ങൾ അവർ താഴോട്ടാണ്. 10-15 സീറ്റുകൾ കുറയും എന്നുള്ള വാർത്തകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി തന്നെ അത് LDFന് ഗുണമാണ്. UDFനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. തിരുവനന്തപുരം നഗരത്തിൽ BJPയുടെ വളർച്ചയുടെ കാരണക്കാരായിട്ടുള്ളത് UDF ആണ്. കോൺഗ്രസിൻ്റെ ആളുകളാണിന്ന് BJPയുടെ ആളുകളായി മാറിയത്. ഏരിയ സെക്രട്ടറിമാരൊക്കെ മത്സര രംഗത്ത് വരുന്നു, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരുന്നു. സ്വാഭാവികമായി ഇവരിലൊക്കെ ആയിരിക്കും മേയർ ആരാകുമെന്നുള്ള ചർച്ചകളൊക്കെ ഇവരെ ചുറ്റിപ്പറ്റിയായിരിക്കും. അത് നമ്മുടെ പാർട്ടിയുടെ നേതാക്കളും നേതൃത്വം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മേയറെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് മത്സര രംഗത്തുള്ള പാർട്ടിയല്ല LDFും CPMും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആരാണോ ജയിച്ചു വരുന്നത് ആ ജയിച്ചു വരുന്ന ആളുകളെ മുൻനിർത്തി അതിൽ നിന്ന് ഒരാൾ മേയറെന്ന് വെച്ചാൽ ഒരാളിനല്ലേ ആവാൻ പറ്റും, ഒരാളിനെ മേയറാകാൻ കഴിയൂ. അതിനെ അനുയോജ്യരായിട്ടുള്ള ഞങ്ങൾ ജയിച്ചു വരുന്നവരെല്ലാം സ്ഥാനാർത്ഥികളായിട്ടുള്ള മുഴുവൻ ആളുകളും മേയറാവാൻ അർഹതപ്പെട്ട ആളുകളാണ്. ആളുകളിൽ നിന്ന് ഒരാളിനെ നിശ്ചയിക്കും, സ്വാഭാവികമായി അവർ മേയറാകും. അത്രയേ ഉള്ളൂ. വളരെ നന്ദി. ക്യാമറാമാൻ രതീഷിനൊപ്പം അൻഫിലിറ്റി സൂസ.
ഇതിനിടെ കോട്ടയം ഈരാറ്റുപേട്ടയിൽ വോട്ടിനായി കിറ്റ് വിതരണമെന്ന ആരോപണം. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഓഫീസിൽ നിന്നും ഭക്ഷ്യക്കിറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇടതു പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈരാറ്റുപേട്ട നഗരസഭ 19-ാം ഡിവിഷൻ മറ്റക്കാട് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി EP സാജിദ് ഇഞ്ചക്കാട്ടിലിന്റെ ഇലക്ഷൻ പ്രചരണ ഓഫീസിലാണ് കിറ്റ് കണ്ടെത്തിയത്. വോട്ടർമാരെ കിറ്റ് നൽകി സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. ഇലക്ഷൻ പ്രമാണിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് നാട്ടുകാർ കണ്ടുകൂടി ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ തവണത്തെ എല്ലാ പ്രാവശ്യവും ഇത്തരത്തിലാണ് ഇവരിവിടെ വോട്ട് പിടിക്കുന്നത്. ഈ ആശ്രിത കിറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അട്ടിമറിച്ചതിന് ശേഷം ഇലക്ഷൻ ആകുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള കിറ്റുകളുമായിട്ട് ഇറങ്ങി വോട്ടർമാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. ഇടതു പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ സാജു, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അരുൺ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കിറ്റ് നൽകി സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. ഏജന്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരാതിപ്പെടാം. പരാതിക്ക് ഞാൻ പറഞ്ഞ കണക്ക് ജില്ലാതലത്തിലൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ പരാതി ഇവിടെ ഇങ്ങനെ ഇവരുടെ കമ്മിറ്റി ഓഫീസ് അതും ഇതിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിലും ഇതിനകത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. കിറ്റിൽ പണവും ഉണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ കിറ്റുകൾ തുറന്ന് പരിശോധിച്ചെങ്കിലും പണം കണ്ടെത്തിയില്ല. ആശയപരമായി പോരാടാൻ UDF തയ്യാറാകണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പൊളിറ്റിക്കൽ വശമൊന്ന് പരിശോധിക്കാം. തിരുത്തേണ്ട സമയത്ത് പോലും യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തോളിൽ കയറ്റിയ നേതൃത്വം തെറ്റുകൾ കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും ആഴത്തിൽ വേരുകളൂന്നി പ്രസ്ഥാനത്തെ പോലും പിടിച്ചുലയ്ക്കാനുള്ള സ്വാധീന ശക്തിയായി ആ കുറ്റവാസന വളർന്നു കഴിഞ്ഞിരുന്നു. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം പിന്നിട്ട അതേ ദിനത്തിൽ തന്നെ പ്രസ്ഥാനത്തിന് ആ തെറ്റ് തിരുത്തേണ്ടി വന്നതും കാലത്തിന്റെ മറ്റൊരു കൗതുക കാഴ്ചയാണ്. റിപ്പോർട്ടിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ചാനൽ ചർച്ചകളിലൂടെ കത്തിക്കയറിയ യുവനേതാവ് ശരവേഗത്തിലായിരുന്നു പടവുകൾ ഓരോന്നായി കയറി യൂത്ത് കോൺഗ്രസ് നേതാവും MLAയുമായത്. പകൽ മുഴുവനും സമരമുഖത്ത് കാണാതിരിക്കുകയും വൈകിട്ട് ടെലിവിഷൻ ഡിബേറ്റുകളിൽ മാത്രമായി പ്രവർത്തന മണ്ഡലം ചുരുക്കുകയും ചെയ്തിരുന്ന നേതാവിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയപ്പോഴും നേതൃത്വം വിമർശനം നേരിട്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ ID കാർഡ് ആരോപണം ഉയർന്നപ്പോഴും മുതിർന്ന നേതാക്കളടക്കം ഒരു വിഭാഗം അസംതൃപ്തി പ്രകടിപ്പിച്ചു. പക്ഷേ ശക്തമായ പ്രബല വിഭാഗത്തിന്റെ ലാളന അളവറ്റ രീതിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന നേതാവ് കൂടുതൽ കരുത്തനായി മുന്നേറി. മുഖ്യമന്ത്രിയെ എടോ വിജയൻ എന്ന് വിളിക്കുകയും സാക്ഷാൽ K കരുണാകരന്റെ കുടുംബത്തെ പോലും പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ വളർന്നപ്പോഴും തിരുത്താൻ നേതാക്കൾ മുതിർന്നില്ല. പക്ഷേ ഇക്കാലമത്രയും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പരാതികൾ നേതാക്കൾക്ക് കിട്ടിയിട്ടും ഗൗരവം ഉൾക്കൊണ്ടില്ല. പാർട്ടിയിലെ ഭാവിയുള്ള യുവശബ്ദത്തെ അങ്ങനെയങ്ങ് തളർത്താൻ നേതൃത്വം ഒരുക്കമല്ലായിരുന്നു. നേതാവിന്റെ ധാർഷ്ട്യത്തെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോലും പരാതിയും വിമർശനങ്ങളും ഉയർന്നിട്ടും നേതൃത്വം ചെവികൊണ്ടില്ല എന്ന് മാത്രമല്ല വെള്ളവും വളവും കൊടുത്ത് വളർത്തുകയും ചെയ്തു. ഒടുവിൽ യുവനേതാവിനെതിരെ പീഡന പരാതികൾ ഓരോന്നായി തലപൊക്കാൻ തുടങ്ങിയതോടെ അപകടം മണത്തറിഞ്ഞ നേതൃത്വം പരസ്യമായി ശബ്ദമുയർത്തി. പക്ഷേ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് എത്ര മുതിർന്ന നേതാവായാലും സൈബർ പടയാളികളെ നിരത്തി നിശബ്ദമാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് യുവനേതാവും സംഘവും വളർന്നു കഴിഞ്ഞിരുന്നു. പീഡന പരാതി ഉന്നയിച്ച ശബ്ദരേഖ പുറത്തു വന്നതോടെ പാർട്ടിയിൽ നിന്ന് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. അപ്പോഴും വിലക്ക് മറികടന്ന് നിയമസഭയിലെത്തി കരുത്തുകാട്ടി. തുടർന്ന് പാലക്കാടെത്തിയും ശക്തി തെളിയിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്വന്തം നിലയിൽ പ്രചാരണത്തിനിറങ്ങിയും പാർട്ടിയെ പ്രകോപിപ്പിച്ചു. അപ്പോഴും റീൽസുകൾ പുറത്തുവിട്ട് സൈബർ ഇടങ്ങളിൽ ആരാധകരെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷെ നിർണായക ശബ്ദരേഖയും മൊഴികളും ഏറ്റവും ഒടുവിൽ ധൈര്യപൂർവ്വം പരാതിയുമായി രംഗത്ത് വരാൻ പെൺകുട്ടികൾ തയ്യാറാകുകയും ചെയ്തതോടെ യുവനേതാവിന് അടിപതറി. മുൻകൂർ ജാമ്യവും തള്ളിയതോടെ പാർട്ടിയും ആത്മസുഹൃത്തുവരെയും കൈവിട്ടു. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം പിന്നിട്ട് അതേ ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടിയും വന്നു. യാദൃച്ഛികമായി വന്ന തീയതികളാണെങ്കിലും തന്റെ തലവര നിശ്ചയിച്ചതും തിരുത്തിയതും ഒരേ ദിവസങ്ങളായിരുന്നു എന്നത് ഇനിയുള്ള കാലം യുവനേതാവിന് ഓർത്തിരിക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താമരശ്ശേരി ചുരത്തിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു. റോഡ് വികസനത്തിന്റെ ഭാഗമായി ദേശീയപാത 766 താമരശ്ശേരി ചുരത്തിലെ 8ാം വളവിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതിനാലാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും വിനീഷ്, 3 ദിവസത്തേക്കാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ എന്താണ്?
അശ്വതി, ഇതിൽ പ്രധാനമായും വലിയ വാഹനങ്ങൾ, അതായത് ഭാരം കയറ്റിയ വാഹനങ്ങൾക്കാണ് വലിയ നിയന്ത്രണമുള്ളത്. ചെറുകിട വാഹനങ്ങൾ ഇടയ്ക്കിടെ മാത്രമാണ് കയറ്റിവിടുന്ന ഒരു സംവിധാനമുള്ളത്. എന്തായാലും 3 ദിവസം തുടർച്ചയായി തന്നെ ഇത് തുടരും. അതുകൊണ്ട് തന്നെ ഇത് യാത്രക്കാരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കുറ്റ്യാടി വഴിയും നാടുകണി വഴിയും കടന്നു പോകണം എന്നാണ് പറയുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നതും അതുപോലെ തന്നെ കണ്ണൂർ ഈ ഭാഗത്തു നിന്ന് വരുന്ന അതെല്ലാം തന്നെ, അതായത് ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ മറ്റു പല വഴിയിലൂടെ കടന്നു പോകണം. അതായത് നാടുകാണിയും കുറ്റ്യാടി ചുരം ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ 8ാം വളവിൽ റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരം മുറിച്ചിട്ടുണ്ട്. ഇത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് മാറ്റുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയാകണമെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ. ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഈ ഒരു പ്രവൃത്തി പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുന്ന നടപടിയിലേക്ക് പൂർണ്ണമായ ഈ നിയന്ത്രണം നീക്കുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ചെറുകിട വാഹനങ്ങൾക്ക് ഇന്ന് കയറിപ്പോവാം, ഇന്നും നാളെയും മറ്റന്നാളും കയറിപ്പോവാം. പക്ഷേ അത് ഇടവിട്ട് നമുക്ക് ഒരുപക്ഷെ സമയത്തിനൊന്നും എത്താനുള്ള സാധ്യതയില്ല. വയനാട്ടിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക. കാരണം അധികൃതർ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് മാത്രമായിരിക്കും വാഹനങ്ങൾ കയറ്റിവിടുക. ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് പൂർണ്ണമായും മറ്റു വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി കോഴിക്കോട് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തു നിന്നെല്ലാം പോകുന്നവർ നാടുകാണി കുറ്റ്യാടി ചുരം ഉപയോഗിക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുള്ളത്. അശ്വതി, അതുതന്നെയാണ് വിനേഷ് പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ്. താമരശ്ശേരി ചുരത്തിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട്. റോഡ് വികസനത്തിന്റെ ഭാഗമായി ദേശീയപാത 766 താമരശ്ശേരി ചുരത്തിലെ 8ാം വളവിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതുകൊണ്ടാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക. അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വരുത്തുക ഇക്കാര്യങ്ങൾ. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും എസ് വിനേഷ് കുമാർ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. റിമാൻഡ് നീട്ടുന്നതിനായി പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. കേസിൽ താൻ കുറ്റക്കാരനല്ലെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം വാസു ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അത് വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് ED ഇന്ന് കോടതിയെ സമീപിക്കും. വിവരങ്ങൾ നൽകാൻ കൊല്ലത്ത് നിന്നും സുധീഷുണ്ട്. സുധീഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുന്നുമുണ്ട് ഒരു വശത്ത്. അപ്പോഴും ഈ എൻ വാസുവിൻ്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണല്ലോ. റിമാൻഡ് നീട്ടുന്നതിനായി പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കുകയും ചെയ്യും. വിവരങ്ങൾ എന്താ? തീർച്ചയായും അശ്വതി, എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുന്നതോടുകൂടി ഇദ്ദേഹത്തെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. ഏതായാലും ഇത്തവണ വിജിലൻസ് കോടതി ഇദ്ദേഹത്തിന് റിമാൻഡ് കാലാവധി നീട്ടുക എന്നുള്ള ഒരു ശ്രമത്തിലായിരിക്കും ഇന്ന് കോടതിയിൽ ഹാജരാക്കുക. റിമാൻഡ് നീട്ടിക്കൊണ്ട് വിജിലൻസ് കോടതി വീണ്ടും ഉത്തരവിറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഒരു തവണ ഇത്തരത്തിൽ റിമാൻഡ് നീട്ടിയിരുന്നു. കട്ടിളപ്പാളി കേസിൽ 3ാം പ്രതിയായ വാസു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയെ സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ ജാമ്യാപേക്ഷ കോടതി കഴിഞ്ഞ ദിവസം തന്നെ തള്ളിയിരുന്നു. ഈ കേസുകളിലൊന്നും താൻ കുറ്റക്കാരനല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള താൻ ഒരു നിരപരാധി എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു ശ്രമം പ്രതിഭാഗം വക്കീലന്മാർ ഇത് കോടതിയെ ധരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ നിലപാടുകളൊന്നും കോടതി അംഗീകരിച്ചില്ല. ഈ വാസു ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അദ്ദേഹത്തിനോ ഒന്നും വാസുവിനും നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ല എന്നും ഇക്കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ദേവസ്വം ബോർഡിന് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാം, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ കട്ടിളപ്പാളിയും മറ്റുമൊക്കെ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയെന്ന SITയുടെ കണ്ടെത്തലിൽ അത് താൻ വിരമിച്ചതിനു ശേഷമാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ നടക്കുന്ന സമയത്ത് താൻ ഇതിന് ഉചിതമായ തീരുമാനം എടുക്കാൻ ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും ഒക്കെയുള്ള തരത്തിൽ പ്രതിഭാഗം കോടതിയെ ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും കോടതി അംഗീകരിച്ചില്ല. കോടതി ആ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ഏതായാലും റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടായിരിക്കും ഇന്ന് വാസുവിന്റെ കാര്യത്തിൽ കോടതി ഒരു തീരുമാനം എടുക്കുന്നത്. മറ്റൊന്ന്, ED ഈ കേസിൽ ഇടപെടുന്നു എന്നൊരു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ കൃത്യമായ വിവരങ്ങൾ ED അന്വേഷിക്കും എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെയാണ് ED കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളും കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ റാന്നി കോടതി ഈ കാര്യങ്ങൾ കോടതി രേഖകൾ നൽകാൻ EDക്ക് നൽകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള
ഒരു മറുപടിയാണ് കൊടുത്തത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ രഹസ്യ സ്വഭാവമുള്ള കോടതി രേഖകളാണ്. അതുകൊണ്ട് തന്നെ അതൊരു അന്വേഷണ സംഘത്തിന് ഇഡിക്ക് കൈമാറുന്നതിന് തടസ്സമുണ്ട് എന്ന തരത്തിൽ കോടതി റാന്നി മജിസ്ട്രേറ്റ് കോടതി ഇഡിക്ക് ഒരു നിർദ്ദേശം മറുപടി നൽകുകയാണ് ഉണ്ടായത്. ഈ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഇഡി കേരള ഹൈക്കോടതിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തിയത് ഇഡിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് ഒരു പൊതു സ്വഭാവമുള്ള കേസ് തന്നെയാണ്. വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ പൊതു സ്വത്ത് കൈവശപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ വീണ്ടും സമീപിക്കാം, കോടതിയെ വീണ്ടും സമീപിക്കാം എന്നൊരു നിർദ്ദേശം ഇഡിക്ക് മുന്നിൽ ഹൈക്കോടതി വെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും സ്വർണ്ണ കവർച്ചാ കേസിൽ നെല്ലും പതിരും തിരിച്ചറിയേണ്ടതുണ്ട്, അത് പുറത്തു വരേണ്ടതുണ്ട്. വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുധീഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊച്ചി മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടണമെന്ന ആവശ്യം ആവർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഒരു വാണിജ്യ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ മെട്രോ നീളണം. കായികാടിസ്ഥാന വികസന രംഗത്ത് യുപിയിലൊക്കെ ഉണ്ടായ വികസനം എന്താണെന്ന് പരിശോധിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃപ്പൂണിത്തുറയിൽ ബിജെപിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെട്രോ റെയിൽ തൃശൂർ വരെ നീട്ടണമെന്ന കാര്യം പറഞ്ഞപ്പോൾ കൊച്ചി മെട്രോ കൊച്ചിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് പറഞ്ഞായിരുന്നു തന്നെ അവഹേളിച്ചത്. ഡൽഹി മെട്രോ പോകുന്നത് 3 സംസ്ഥാനങ്ങളിലൂടെയാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 40 അത് സാധ്യമായിരിക്കും. രാജ്യത്ത് ഒളിമ്പിക്സ് വരുമ്പോൾ അതിന് അനുസൃതമായ വികസനം എല്ലായിടത്തും ഉണ്ടാകും. കായിക അടിസ്ഥാന വികസന രംഗത്ത് യുപിയിലൊക്കെ ഉണ്ടായ വികസനം എന്താണെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്ന അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം. കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ്. അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാനൊക്കൂ. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 40 അത് സംഭവിച്ചിരിക്കും. ഭാരതത്തിൽ ഒളിമ്പിക്സ് വരുമ്പോൾ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഇവിടെ ഇരിക്കുന്ന ക്രിക്കറ്റ് സമൂഹത്തിനറിയാം. അപ്പൊ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരിൽ യുപിയിലുണ്ടായിട്ടുള്ള ചുമ്മാ ഇവിടെ ഇരുന്ന് ഈ അസുഖം വരുമ്പോഴത്തേക്കും ഊപ്പി എന്ന് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ യുപി എന്താണെന്ന് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ ജോൺ ബ്രിട്ടാസ് MP പാലമായി പ്രവർത്തിച്ചുവെന്ന കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ ജോൺ ബ്രിട്ടാസ് MPയെ മുന്നേ എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഞാൻ അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് മാത്രം. മുസാഫിർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും. തൃപ്പൂണിത്തുറയിൽ BJP സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ശശി തരൂരിന്റെ ലേഖനത്തിന്റെ മലയാളം കോപ്പിയെടുത്ത് തൃപ്പൂണിത്തുറയിൽ വിതരണം ചെയ്യണമെന്ന് പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ പല പാടശേഖരങ്ങളും തരിശായി കിടക്കുമ്പോഴും നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത ഒരു കുടിയേറ്റ കർഷകയുണ്ട് ഇടുക്കിയുടെ മലയോരത്ത്. കാർഷിക കുടിയേറ്റ ഗ്രാമമായ കൊന്നത്തടിയിലെ കൗസല്യ ചേച്ചി. ജീവനും ജീവിതവുമാണ് കൗസല്യ ചേച്ചിക്ക് നെൽകൃഷി. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ ഉറുമ്പിൽ കൗസല്യയോട് നെൽകൃഷിയെക്കുറിച്ച് ചോദിച്ചാൽ 100 നാവാണ്. കാരണം കൃഷിയെ അത്രത്തോളം ഇവർ നെഞ്ചേറ്റിയിട്ടുണ്ട്. അമിതമായ ഉൽപാദന ചെലവും മറ്റ് പലവിധ കാരണങ്ങളും കൊണ്ട് നെൽകൃഷി മലയോരത്തിൻ്റെ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. എന്നാൽ കുടിയേറ്റകാലം മുതൽ ഇന്നോളം കൗസല്യ ചേച്ചിയുടെ പാടശേഖരം തരിച്ചു കിടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാലമത്രയും 1 കിലോ അരി പോലും കൗസല്യ ചേച്ചി പുറത്തുനിന്ന് വാങ്ങിയിട്ടുമില്ല. എല്ലാ പണിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വണ്ടി മാത്രം വന്ന് പൂട്ടുന്നുള്ളൂ. നടിയിലും കാടുവർക്കും ഒക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. കൊയ്യാൻ ഈ ഒരു ദിവസം കൊണ്ട് കൊയ്തെടുക്കണത്. വിളച്ചിട്ടേക്കുന്നത് നമുക്കെങ്ങനെ നശിച്ചു പോകണ്ടല്ലോ. ഈ മഴ കാരണം അല്ല, ഇത് കൊയ്യേണ്ട അവസരം കഴിഞ്ഞതാണ്. 65 സെന്റ് പാടശേഖരമാണ് ഇവർക്കുള്ളത്. വീട്ടാവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞാലും പുറത്തു കൊടുക്കാനുള്ളത് മിച്ചമുണ്ട്. ലാഭമുണ്ടോ എന്ന് നോക്കാറില്ല. പക്ഷേ കൃഷി ഇറക്കാതിരിക്കാൻ കഴിയില്ല. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. അമൃത ന്യൂസ്, ഇടുക്കി. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയിരിക്കുന്നു. ട്രെയിൻ അട്ടിമറി ശ്രമമെന്നാണ് സംശയം. കൊച്ചി പച്ചാളം പാലത്തിന് സമീപമാണ് ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടത്. റെയിൽവേ പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്.
വിവരങ്ങളുമായി അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, വിചിത്രമായ സംഭവം, എന്താണ് പോലീസ് പറയുന്നത്? അശ്വതി, നിലവിൽ ഈ സംഭവം അല്പസമയത്തിന് മുൻപ് കണ്ടെത്തിയിട്ടുള്ളൂ. ഇതെന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇത് പോലീസും ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്, ആരാണ് ഇത് കൊണ്ടിട്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമമാണോ നടന്നിരിക്കുന്നത് എന്നും പരിശോധിച്ചു വരുന്നുണ്ട്. വലിയ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷേ അത് സംഭവിക്കുകയായിരുന്നു എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പരിശോധന നടക്കുകയാണ്. പ്രത്യേകിച്ച് CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളൊക്കെ വരും മണിക്കൂറുകളിൽ ഉണ്ടാവും. എന്തായാലും ഡോഗ് സ്ക്വാഡ് ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമല വിശേഷത്തിലേക്കാണ്. ശബരിമലയിൽ ഇന്ന് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഭക്തർക്ക് തടസ്സങ്ങളില്ലാതെ ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് 20,000-ഓളം പേർ ഇതിനകം ദർശനം നടത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ സന്നിധാനത്ത് നിന്നും MM രാകേഷ് ഉണ്ട്. രാകേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താരതമ്യേന തിരക്ക് കുറവായിരുന്നു. ഇന്നിപ്പോൾ നല്ല തിരക്കുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്തർക്ക് സുഗമമായ ദർശനം നടപ്പിലാക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ രാകേഷ്? അശ്വതി പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ദർശനത്തിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ ഭക്തരെ യഥാസമയം സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അത് പമ്പ മുതൽ നിലയ്ക്കൽ മുതൽ തന്നെ അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട്. അതായത് സന്നിധാനത്ത് മുഴുവൻ സമയവും ഒരേപോലെ വലിയ തിരക്ക് അനുഭവപ്പെടാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇന്നലെ ഏകദേശം 85,000-ഓളം പേരാണ് ദർശനം നടത്തി മടങ്ങിയത്. തൃക്കാർത്തികയായിട്ട് നിരവധി ഭക്തരാണ് തൃക്കാർത്തിക സമയത്ത് തൃക്കാർത്തിക ദീപം തെളിയിക്കുന്നതിനുൾപ്പെടെ സാക്ഷികളായി ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഭക്തരെ നടപ്പന്തലിലും മറ്റും ഹരിവരാസനം ചൊല്ലി നടയടച്ചതിന് ശേഷം കൃത്യമായി തന്നെ പുലർച്ചെ 3 മണി മുതൽ ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമയമാകുമ്പോഴേക്കും ഏകദേശം 20,000-ഓളം പേർക്ക് ദർശനം നടത്തി മടങ്ങാൻ കഴിഞ്ഞത്. നമുക്ക് കാണാം, ഇപ്പോൾ തന്നെ വരിയിൽ നിറയെ ആളുകളുണ്ട്. പക്ഷേ ഈ വരി യാതൊരു തടസ്സങ്ങളുമില്ലാതെ അയ്യൻ്റെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. നിരവധി ഭക്തരാണ് സുഗമമായ ദർശനമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നമ്മളോട് പറയുന്നതും. അതേപോലെ തന്നെ ഇനി ഈ ഒരു മണ്ഡലകാലത്ത് തന്നെ സദ്യ നടപ്പിലാക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ ഇതുവരെയും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. ഇതിനായി നിയോഗിച്ചിട്ടുള്ള 5-അംഗ സമിതി യോഗം ചേർന്ന് എന്ത് നിലപാടായിരിക്കും ദേവസ്വം ബോർഡിനെ അറിയിക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത്. അതിൽ ദേവസ്വം ബോർഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കരാറുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ലോ ഓഫീസറുമായി ഉൾപ്പെടെ ചർച്ച നടത്തിക്കൊണ്ട് കൂടിയാലോചനകൾ നടത്തുന്നത്. നേരത്തെ നൽകിയ കരാറിൽ മറ്റേതെങ്കിലും കരാറുകാർ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയെ സമീപിച്ചാൽ അത് ദേവസ്വം ബോർഡിന് വെല്ലുവിളിയാവും. ഇപ്പോൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ദേവസ്വം ബോർഡ് സദ്യ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നല്ല തിരക്കുണ്ട് ശബരിമലയിൽ. അതേസമയം ഭക്തർക്ക് തടസ്സങ്ങളില്ലാതെ ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് 20,000-ഓളം പേർ ഇതിനകം ദർശനം നടത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് സന്നിധാനത്തു നിന്നും MM രാകേഷ് നൽകിയത്. ശബരിമലയിൽ ഇന്ന് പുലർച്ചെ അയ്യനെ കാണാൻ ഒരു കുഞ്ഞയ്യപ്പൻ എത്തി. കരുനാഗപ്പള്ളിയിൽ നിന്നും എത്തിയ ത്രിലോക് മുത്തശ്ശന്റെ ചുമലിൽ സുഖമായി ഉറങ്ങിയാണ് സന്നിധാനത്ത് എത്തിയത്. സുകന്യ വിശാഖ ദമ്പതികളുടെ മകനാണ് ത്രിലോക്. MM രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ മുതൽ തന്നെ ശബരിമലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ ഏകദേശം 84,000-ഓളം പേരാണ് ദർശനം നടത്തിയത്. നമ്മളോടൊപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് എത്തിയിട്ടുള്ള സദാനന്ദൻ ചേട്ടനുണ്ട്. സദാനന്ദൻ ചേട്ടാ, കൂടെ നമ്മുടെ ഒരു കുഞ്ഞ് അയ്യപ്പൻ കൂടെ ഉണ്ട്. നല്ല ഞാൻ ചോറൊടുപ്പിന് വന്നതാണ്. നല്ല തിരക്ക് അനുഭവപ്പെട്ടില്ല. ഞങ്ങൾ പോലീസുകാർ ഇടപെട്ട് ഞങ്ങൾ തിരക്കില്ലാതെ ഇങ്ങനെ കയറി. ഇവിടെ ബാബയുടെ പേരെന്താണ്? ടെഞ്ചു. മകന്റെ മകനാണ്. എൻ്റെ മകൻ. മകന്റെ പേരും ഭാര്യയുടെ പേരും? മകന്റെ പേര് വിഷ്ണു. ഭാര്യയുടെ പേര്? ഭാര്യയുണ്ട് സിന്ധു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ മല കയറുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്, കൂടെ ആരാണ് വേറെ ഉള്ളത്? വേറെ ഉള്ളത് അച്ഛന്,
അവരുടെ അമ്മ അവർ പടി കയറിയില്ല, വെളിയിലുണ്ട്, താഴെ വരെ. ഇത് നിങ്ങളുടെ ഇത് നമ്മുടെ അടുത്ത ബന്ധുവാണ്. അച്ഛൻ തന്നെയാണ് കൊച്ചിനെ എടുത്തോണ്ട്. പോലീസുകാരൊക്കെ ഇങ്ങനെ കയറുന്ന സമയത്ത് സഹായിക്കുന്നുണ്ട്. ഉറക്കത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? ദർശനം നടത്തിയോ? ദർശനം കഴിഞ്ഞ് ഇവിടെ കയറ്റിയില്ല, 8 മണിക്കേ ഉള്ളെന്ന്. ഇനിയിപ്പം രാവിലത്തെ ഇനി ഊണ് കൊടുപ്പ് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. കുട്ടിയെ പിന്നെ വീണ്ടും ദർശനം നടത്തുന്നുണ്ട്. നെയ്യഭിഷേകം നടത്തിയോ? ഇല്ല. എന്തായാലും കുഞ്ഞു സുഖമായിട്ട് യാത്ര. ഏതായാലും ഒരു കുഞ്ഞയ്യപ്പൻ കൂടെ എത്തിയിട്ടുണ്ട്. 4 മാസം പ്രായം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ചോറൂണിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അച്ഛനും അമ്മയും പമ്പയിൽ ഇവരെ കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും ഒരുപാട് ഭക്തജനങ്ങളാണ് ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ദർശനം നടത്തി മടങ്ങിപ്പോകുന്നത്. അവർക്ക് കൃത്യമായി തന്നെ ഇവിടെ വന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 4 മാസം പ്രായമായ കുഞ്ഞിന് പോലും ഇവിടെ വന്ന് സുഗമ ദർശനം നടത്തുന്നതിനുള്ള സാഹചര്യമാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും അഹോരാത്രം ജോലി ചെയ്തുകൊണ്ട് ശബരിമലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് മധുര തിരുപ്പുറക്കുണ്ട്രം മലയലി ദീപം തെളിക്കൽ വിഷയത്തിൽ ഇന്ന് നിർണായകമാണ്. സിക്കന്ദർ ദർഗയുടെ അടുത്തുള്ള ദീപത്തൂണിൽ ദീപം തെളിയിക്കാത്തതിനെതിരായ കോടതിയലക്ഷ്യ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കോടതിയുടെ അനുമതിയോടെ ദീപം തെളിയിക്കാനെത്തിയ ഹിന്ദു സംഘടനാ നേതാക്കളെ പോലീസ് തടഞ്ഞതോടെയാണ് മധുര ബെഞ്ചിന്റെ ഇന്നത്തെ തുടർ നടപടികൾ നിർണായകമാകുന്നത്. ഹിന്ദു മുന്നണി നേതാവിന്റെ ഹർജിയാണ് ജസ്റ്റിസ് GR സ്വാമിനാഥൻ പരിഗണിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ തുടർന്ന് ഇന്നലെ രാത്രി 7-ന് മലയിലെത്തിയ ഹർജിക്കാരനെയും BJP നേതാക്കളെയും പോലീസ് തടഞ്ഞിരുന്നു. ദീപത്തൂണിൽ ദീപം തെളിയിക്കണമെന്ന ഡിസംബർ 1-ലെ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ റിട്ട് ഹർജി ഇന്ന് ഡിവിഷൻ ബെഞ്ചും പരിഗണിക്കുന്നുണ്ട്. ബിസിനസ് വാർത്തകൾ നോക്കുമ്പോൾ വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണി എങ്ങനെയായിരിക്കും വിലയിരുത്താൻ സാധ്യത? താഴുകയായിരിക്കുമോ അതോ മുന്നേറുകയായിരിക്കുമോ വിപണി? ഇന്നത്തെ വിലയിരുത്തൽ എങ്ങനെയായിരിക്കും? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസമായി വിപണി ഒരു ക്രമപ്പെടലിൻ്റെ ഘട്ടത്തിലാണ്. 26,000 എന്ന നിലവാരത്തിന് മുകളിൽ തന്നെയാണ് മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. വരും ദിവസങ്ങളിലും വിപണിയിൽ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ഇന്ന് റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗമാണ്. പണപ്പെരുപ്പം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യവും ഒപ്പം തന്നെ വളർച്ചാ നിരക്ക് വളരെ ഉയർന്ന ഇരിക്കുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള വൻ ഇടിവ്. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഡോളർ വിറ്റഴിക്കുന്ന ഒരു സ്ഥിതിഗതി വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇനിയുള്ള ഈ ഒരു ഘട്ടത്തിൽ ഏത് നിലപാടായിരിക്കും റിസർവ് ബാങ്ക് സ്വീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള റിസർവ് ബാങ്കിൻ്റെ കാഴ്ചപ്പാടും വിലയിരുത്തലുകളുമായിരിക്കും പ്രധാനം. അതാണ് വിപണി ഉറ്റുനോക്കുന്നതും. നിരക്ക് കുറയ്ക്കൽ ഉണ്ടായില്ലെങ്കിൽ കൂടിയും അത് കാര്യമായി ബാധിക്കാനിടയില്ല. എങ്കിൽ കൂടിയും റിസർവ് ബാങ്കിൻ്റെ ഈ ഒരു ഘട്ടത്തിലുള്ള നിരീക്ഷണം പ്രധാനം തന്നെയായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. മാത്രമല്ല ചെറുകിട നിക്ഷേപകരും വളരെ ഉയർന്ന തോതിലുള്ള വിൽപ്പന വിപണിയിൽ തുടരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻനിര സൂചികയായി നിഫ്റ്റിയിലുണ്ടാകുന്ന മുന്നോട്ടുള്ള ഏതൊരു നീക്കവും വളരെ ശുഭകരം തന്നെയായിരിക്കും. എന്തായാലും 26,000 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയും 26,300 എന്ന നിലവാരം മറികടക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിയിൽ തുടർച്ചയായ ഒരു നേട്ടത്തിന് സാധ്യതയുള്ളൂ. മറിച്ചാണെങ്കിൽ ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ മുന്നോട്ട് നീങ്ങുകയുമുള്ളൂ. 2 പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇനി നിക്ഷേപ താല്പര്യം ഉണ്ടാകേണ്ടത്. ഒന്ന് IT മേഖലയിലും ഒപ്പം തന്നെ FMCG മേഖലയിലും. ഈ 2 മേഖലയിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിൽപ്പന തുടരുകയാണ്. ഈ 2 മേഖലയിലും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണി മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമാവുകയും ചെയ്യും. എന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. തീർച്ചയായും വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപാണ് നമ്മോടൊപ്പം ചേർന്നത്. കായിക വാർത്തകൾ. കായിക വാർത്തകൾ നോക്കാം. ഫിഫ ലോകകപ്പ് മത്സരത്തിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലാണ് നറുക്കെടുപ്പ്.
ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം മുൻ താരം റിയോ ഫെർഡിനാൻഡാണ് നറുക്കെടുപ്പ് പരിപാടികൾ കൈകാര്യം ചെയ്യുക. ആകെ 12 ഗ്രൂപ്പുകളാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും 4 വീതം ടീമുകൾ. റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളായാണ് നറുക്കെടുപ്പിനുള്ള ടീമുകളെ തരം തിരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുമാണ് എ മുതൽ ഐ വരെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ടീമുകളെ നറുക്കിട്ട് എടുക്കുക. ആതിഥേയർ ആദ്യ ഗ്രൂപ്പിലാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾ 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് നടക്കുക. 42 ടീമുകളാണ് ഇതുവരെ ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത്. മാർച്ചിനുള്ളിൽ മറ്റ് 6 ടീമുകൾ കൂടി പ്ലേ ഓഫിലെ യോഗ്യത ഉറപ്പിക്കും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. തത്സമയം കാണാം അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ.